ഹായ്, എല്ലാവർക്കും നമസ്കാരം. എക്സാം കോൺടെസ്റ്റിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് സീരീസ് ആണ്. സീരീസ് എന്ന് പറയുമ്പോൾ അക്ഷരശ്രേണിയും സംഖ്യാശ്രേണിയുമാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഈ സീരീസ് അതല്ലെങ്കിൽ ശ്രേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം അക്ഷരങ്ങളുടെയോ അതല്ലെങ്കിൽ നമ്പറുകളുടെയോ ഒരു ഓർഡറിനെയാണ് നമ്മൾ ഈ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ശ്രേണിയിലായിരിക്കുന്ന ഈ ഓരോ അക്ഷരങ്ങളും നമ്പറുകളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കും. ആ ബന്ധം എന്താണെന്ന് കണ്ടുപിടിച്ച് മിസ്സായേക്കണ മെമ്പർ അതല്ലെങ്കിൽ മിസ്സായേക്കണ ആ പോർഷൻ കണ്ടുപിടിക്കലാണ് നമുക്ക് ഈ സീരീസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പലതരം സീരീസുകളുണ്ട്. മെയിനായിട്ട് നമ്മൾ മൂന്ന് സീരീസാണ് നമ്മൾ മെയിനായിട്ടുള്ളത്. ആ മൂന്ന് സീരീസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് പറയുന്നത് നമ്പർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഖ്യാശ്രേണി. പിന്നെ പറയുന്നതാണ് ലെറ്റർ സീരീസ് അതല്ലെങ്കിൽ അക്ഷരശ്രേണി എന്ന് പറയുന്നത്. പിന്നത്തെ സീരീസ് പറയുന്നത് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് ആൽഫ ന്യൂമറിക് സീരീസ്. അതായത് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ലെറ്റേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധവും ഉണ്ടായിരിക്കും. നമ്മൾ അത് വെച്ചുകൊണ്ട് പ്രോബ്ലം ചെയ്യണം. ഓക്കെ, നല്ല എളുപ്പമായിരിക്കും. നമ്മൾ ആ പ്രോബ്ലത്തിൽ തന്നിരിക്കണം ഓരോ മെമ്പേഴ്സും തമ്മിലുള്ള റിലേഷൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഇത് തന്നെ പല മോഡൽസ് വരുന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ. ഓരോ സീരീസിലുള്ള മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ അനുസരിച്ച് പലതരം ക്വസ്റ്റ്യൻസ് ഇതിനുള്ളിൽ ചോദിക്കാറുണ്ട്. നമുക്ക് ഓരോ മോഡൽസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് പ്ലസ് സീരീസ് ആണ്. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 7, 19, 39, 67. അപ്പൊ ഇവിടെ നോക്കാം, 7നേക്കാൾ വലുതാണ് 19, 19നേക്കാൾ വലുതാണ് 39, 39നേക്കാൾ വലുതാണ് 67 അല്ലെ. പിന്നെ മാത്രല്ല, 7ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോഴാണ് നമുക്ക് 19 കിട്ടുന്നത്. നമുക്ക് മനസ്സിലാവും നോക്കിക്കഴിഞ്ഞാൽ അല്ലെ. 19ന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 39 കിട്ടും. അതിന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് 67 കിട്ടും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഓരോ നമ്പറുകൾ കഴിയുമ്പോഴും കൂട്ടി വരാണ്, അഡിഷൻ ആണ് നടക്കുന്നത് അല്ലെ. ഇങ്ങനെയുള്ള സീരീസിനാണ് അപ്പോൾ നമ്മൾ പ്ലസ് സീരീസ് എന്ന് പറഞ്ഞ മോഡൽ 1ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഓരോ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7, 19, 39, 67 ആണ്. ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താന്ന് കണ്ടുപിടിച്ചാൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ നോക്കാം, 7ഉം 19ഉം ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12 ആണ്. ഇനി 19ഉം 39ഉം തമ്മിലുള്ള വ്യത്യാസം 20 ആണ്. 39ഉം 67ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 28 ആണ്. അപ്പൊ നോക്കൂ, ഇതാണ് നമുക്ക് ഇതിന്റെ ഡിഫറൻസുകൾ കിട്ടിയേക്കുന്നത്. ഇനി അടുത്ത മെമ്പറെ കണ്ടുപിടിക്കണമെങ്കിൽ ഇത് തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം അല്ലെ. അപ്പൊ നോക്കാം, ഈ 7ന്റെയും 19ന്റെയും ഡിഫറൻസ് 12 ആണ്. പിന്നെ കിട്ടിയേക്കണം നെക്സ്റ്റ് രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് 20 ആണ്. അപ്പൊ 20 എന്ന് പറയുന്നത് എന്താണ്? 12 + 8 ആണ് 20 അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്ന 28 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ 20 + 8 ആണ് 28 അല്ലെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 28 + 8 36 ആയിരിക്കും ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഈ 36 അല്ല അടുത്ത നമ്പർ. 36 എന്ന് പറയുന്നത് അടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ, അതായത് ഇവിടെ വരുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് വേണം? 67ന്റെ കൂടെ 36 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് 103 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ സീരീസിലെ അടുത്ത നമ്പർ വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഓരോ അംഗങ്ങൾ തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. 1, 4, 10, 22, 46. നോക്കാം, 1ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 3, 10ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 6, 10ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് 12, 22, 46 തമ്മിലുള്ള ഡിഫറൻസ് 28. അപ്പൊ ഇനി എന്തായിരിക്കും? ഈ തന്നിരിക്കുന്ന ഡിഫറൻസുകൾ തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കാം. 3ന്റെ ഇരട്ടിയാണ് 6, 6ന്റെ ഇരട്ടിയാണ് 12, 12ന്റെ ഇരട്ടിയാണ് 28. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 28ന്റെ ഇരട്ടി, അതായത് 28 × 2 48 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ അടുത്ത നമ്പർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് വേണം? 46ന്റെ കൂടെ 48ഉം കൂടി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 94 എന്ന് കിട്ടും. 94 ആണ് ഇവിടെ വരുന്ന നമ്പർ എന്ന് പറയാം. ഓക്കെ, അടുത്തത് നോക്കാം. 13, 35, 57, 79. ഈ ഓരോ നമ്പേഴ്സ് നോക്കാം. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 35ഉം 13ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 22 ആണ്. 57, 35 തമ്മിലുള്ള ഡിഫറൻസ് 22 ആണ്. 79ഉം 57ഉം തമ്മിലുള്ള ഡിഫറൻസും 22 ആണ്. അതായത് ഓരോ മെമ്പർ കഴിഞ്ഞ് 22 കൂട്ടി കഴിഞ്ഞാലാണ് നമുക്ക് നെക്സ്റ്റ് മെമ്പറിനെ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത മെമ്പറെ കിട്ടാനായിട്ട് അല്ലെങ്കിൽ അടുത്ത ഇവിടെ നമുക്ക് മിസ്സായിക്കുന്ന പോർഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്ത് വേണം?
79 പ്ലസ് 22 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 101 എന്ന് കിട്ടും. ആ 101 ഇവിടെ മിസ്സായേക്കണ പോർഷൻ വന്നേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ചെയ്ത് നോക്കാം. 8, 10, 14, 30. അടുത്ത ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കാം. 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് വരുന്നത് 2 ആണ്. 10ഉം 14ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 4 ആണ്. അതുപോലെ 14ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ആരായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കാം. ഇത് 2, 4, 16. ഇത് തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 2ന്റെ സ്ക്വയർ ആണ് 4 അല്ലെ? 2ന്റെ സ്ക്വയർ ആണ് 4, 4ന്റെ സ്ക്വയർ ആണ് 16. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കണം? 16ന്റെ സ്ക്വയർ ആയിരിക്കണം. അതായത് നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത് 256. അതായത് 16ന്റെ സ്ക്വയർ ആയിരിക്കും നെക്സ്റ്റ് ഡിഫറൻസ് വരുന്നത്. ഇപ്പൊ 256. അതായത് അടുത്ത മെമ്പറും ഇവിടെ ലാസ്റ്റ് അവസാനിച്ച് നിൽക്കുന്ന 30ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 256 ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മെമ്പറിനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 256 പ്ലസ് 30 ചെയ്യണം. നമുക്ക് 286 എന്ന് കിട്ടും. അതായിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ഇവിടെ മിസ് ആയേക്കണത് 286 ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ പ്ലസ് സീരീസിന് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത്. ഓക്കെ, ഒന്നുമില്ല, ഏതെങ്കിലും ഒരു നമ്പർ, 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. ആ ഒരു റിലേഷൻ കണ്ടുപിടിച്ച് ആഡ് ചെയ്ത് പോവാണ് ഈ സീരീസിൽ നമ്മൾ ചെയ്യണത്. ഓക്കെ, നമുക്കപ്പോ അടുത്ത് നോക്കാം. മോഡൽ 2 നെക്സ്റ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ മൈനസ് സീരീസ്. അപ്പൊ ഇതിനകത്ത് വരുന്നത് എന്താന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 6, 5, 4, 3, 2, 1. ഇവിടെ നോക്കാം. ഓരോ മെമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് ഇവിടെ വരുന്നത് എന്താണ്? 1 ആണ് അല്ലെ? പ്ലസ് 1 അല്ല ഇവിടെ വരുന്നത്, -1 ആണ്. കാരണം എന്താണ്? 6 കഴിഞ്ഞ് പിന്നത്തെ മെമ്പർ വരുന്നത് 5 ആണ് അല്ലെ? പിന്നത്തെ നമ്പർ ആയിട്ട് 5 ആണ് വരുന്നത്. 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് -1 ആണ്. ഓക്കെ, അപ്പൊ ഓരോ നമ്പറുകൾ തമ്മിൽ, ഇവിടെയുള്ള ഓരോ നമ്പറുകൾ തമ്മിൽ -1 ഡിഫറൻസ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 കഴിഞ്ഞ് പിന്നത്തെ നമ്പർ അതെന്തായിരിക്കും? 2 - 1, അതായത് 1. നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് 1 ആണ്. മൈനസ് സീരീസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതിൽ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത് ഒരു മൈനസ് നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. 20, 15, 11, 8, 6, 5. നെക്സ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കാം. 20ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 5 ആണ്. 15ഉം 11ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 4 ആണ്. 11ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 6ഉം 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. നെക്സ്റ്റ് എന്തായിരിക്കണം? അപ്പൊ നമ്മൾ നോക്കാം. ഡിഫറൻസുകൾ എടുത്ത് വരുമ്പോൾ ഡിഫറൻസുകൾ 5, 4, 3, 2, 1 വരെയാണ് എത്തി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ നമ്പർ സീരീസിനകത്ത് എടുത്തിടുമ്പോൾ 5 കഴിഞ്ഞിട്ട് അടുത്ത നമ്പറും 5ഉം തമ്മിലുള്ള ഡിഫറൻസ് 0 ആയിരിക്കും എന്നാണ് പറയണത്. അതായത് 5 - 0 അല്ലെ? അതായത് 5 തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ഇവിടെ എന്താ -0 ഇടാൻ കാരണം? മൈനസ് സീരീസ് ആണ്. ഓരോ വട്ടവും മൈനസ് നമ്പേഴ്സ് വെച്ചിട്ടാണ് കുറഞ്ഞ് വരാണ് ചെയ്യണത്. അപ്പൊ ലാസ്റ്റ് വന്നപ്പോ നമുക്ക് 5 തന്നെ ഫൈനൽ ആൻസർ കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. 8, 6, 2 -6 -22. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം. 8ഉം 6ഉം തമ്മിലുള്ള ഡിഫറൻസ് 2, 6ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് 4. 2ഉം -6ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 8 ആണ്. പിന്നെ -6ഉം -22ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 16 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡിഫറൻസ് വരുന്ന നമ്പർ എത്രയായിരിക്കും നോക്കാം. നമുക്കറിയാം 2ന്റെ ഇരട്ടിയാണ് 4, 4ന്റെ ഇരട്ടിയാണ് 8, 8ന്റെ ഇരട്ടിയാണ് 16. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? 16ന്റെ ഇരട്ടിയായിരിക്കും. അതായത് 16 × 2 ചെയ്യുമ്പോൾ നമുക്ക് 32 എന്ന് കിട്ടും. അടുത്ത ഡിഫറൻസ് വരുന്നത് 32 ആണ്. അതായത് -22ഉം അടുത്ത ഇവിടത്തെ മെമ്പറും x ആണെങ്കിൽ അടുത്ത ഇവിടത്തെ മെമ്പറും തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 32 ആണ്. ഈ 32 എന്ത് ചെയ്യണം? ഈ 22ൽ നിന്നും 32 കുറയ്ക്കുകയാണ് ചെയ്യണത്. പക്ഷെ ഇവിടെ മൈനസ് സിമ്പിൾ ആയ കാരണം നമ്മൾ എന്ത് ചെയ്താൽ മതി? 22ന്റെ കൂടെ 32 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 54 എന്ന് കിട്ടും. എന്നിട്ട് നമ്മൾ 54 ഏത് സിമ്പിൾ ആണ് ഇടുന്നത്? മൈനസ് സിമ്പിൾ ഇടണം. അപ്പൊ ഇവിടെ -54 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മൈനസ് സീരീസിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് അടുത്ത മോഡൽ നോക്കാം.
അടുത്ത മോഡൽ വരുന്നത് ഇൻഡു, അതായത് മൾട്ടിപ്ലിക്കേഷന്റെ സീരീസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. മോഡൽ ക്വസ്റ്റ്യൻസ് തന്നിരിക്കണം നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്: 2, 2, 4, 12, 48, 240. പിന്നെ അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം, രണ്ടും തമ്മിലുള്ളത് ഇത് മൾട്ടിപ്ലിക്കേഷന്റെ അഥവാ ഇൻഡുവിന്റെ സീരീസ് ആണ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ നോക്കാം. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താണ്? 2 ഇൻറ്റു 1 ആണ് 2 അല്ലെ? അപ്പൊ ഇവിടെ തമ്മിൽ നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്? ഇൻറ്റു 1 ആണ് ചെയ്തേക്കുന്നത്. 2 ഇൻറ്റു 1 2 കിട്ടി. ഇനി അടുത്ത നമ്പർ നമ്മൾ എന്താണ് ചെയ്തേക്കണേ? ഇവിടെ 4 ആണ് കിട്ടിയേക്കുന്നത് അല്ലെ? നമുക്ക് ഫൈനലായി എത്തി നിൽക്കുന്നത് ഇവിടെയാണ്. എന്നിട്ട് നെക്സ്റ്റ് നമ്പർ 4 കിട്ടണമെങ്കിൽ എന്താണ്? 2 ഇൻറ്റു 2 ചെയ്തു അല്ലെ? അടുത്ത നമ്പർ നോക്കാം, 4 ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് 12 കിട്ടുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസുകൾ നോക്കി വരുമ്പോ ഇൻറ്റു 1 ഇൻറ്റു 2 ഇൻറ്റു 3, അതായത് 2 ഇൻറ്റു 1 ചെയ്തു, പിന്നെ 2 ഇൻറ്റു 2 ചെയ്തു, 4 ഇൻറ്റു 3 ചെയ്തു, 12 ഇൻറ്റു 4 ചെയ്തു. അങ്ങനെ ചെയ്ത് അവസാനം 240ന്റെ അടുത്ത നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ 12 ഇൻറ്റു 4 ചെയ്തു, 48 ഇൻറ്റു 5 ചെയ്തു, 240 ഇൻറ്റു 6 ചെയ്യണം. എന്നാലാണ് നെക്സ്റ്റ് മെമ്പറെ കിട്ടുക നമുക്ക്. ഇപ്പൊ 240 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 1440 ആണ് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷന്റെ സീരീസ് ആയതുകൊണ്ട് ഓരോ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നതായിരിക്കും. ഇവിടെ വന്നേക്കുന്നത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ തമ്മിൽ ഇൻറ്റു 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ വരുന്നത് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 240 6 വെച്ചാണ് ഗുണിച്ചത്. അപ്പൊ 1440 ആയിരിക്കും ആൻസർ വന്നേക്കുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. 3, 12, 24, 96, 192. അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പൊ നോക്കാം, 3ഉം 12ഉം അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? 3 ഇൻറ്റു 4 ആണ് 12 അല്ലെ? ഇപ്പൊ ഇൻറ്റു 4. ഇനി 12ഉം 24ഉം അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻറ്റു 2 അല്ലെ? 12 ഇൻറ്റു 2 ആണ് 24. ഇനി 24ഉം 96ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻറ്റു 4. 24 ഇൻറ്റു 4 ആണ് 96. നെക്സ്റ്റ് ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ വരുന്നത് 96 ഇൻറ്റു 2 ആണ് 192. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മെമ്പറും 192 തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ഇൻറ്റു 4 ആയിരിക്കും റിലേഷൻ വരുന്നത്. അതായത് 192 ഇൻറ്റു 4 768 ആയിരിക്കും ഇവിടെ ആൻസർ വരാം. 768. അപ്പൊ ഈ ഒരു സീരീസില് റിലേഷൻ വന്നേക്കുന്നത് ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 4 ഇൻറ്റു 2 ഇൻറ്റു 4 ആ ഒരു ഫ്ലോയിലാണ് ഇവ തമ്മിലുള്ള റിലേഷൻസ് വന്നേക്കുന്നത്. അപ്പൊ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത പ്രോബ്ലം നോക്കാം. 4, 16, 64, 256. അടുത്ത നമ്പർ ഏതാണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, 4, 16 തമ്മിലുള്ള ഡിഫറൻസ് അല്ല റിലേഷൻ എന്താന്ന് നോക്കാം. അപ്പൊ 4ഉം 14 തമ്മിലുള്ള റിലേഷൻ വരാതെ 4 ഇൻറ്റു 4 ആണ് 16 അല്ലെ? ഇൻറ്റു 4 ആണ് വന്നത്. ഇനി 64ഉം 16ഉം തമ്മിലുള്ള റിലേഷൻ നോക്കാം. അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇൻറ്റു 4 എന്നുള്ള റിലേഷൻ തന്നെയാണ് വന്നേക്കുന്നത്. അതായത് 16നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 64 കിട്ടുന്നത്. ഇനി അടുത്തത് ഈ രണ്ട് നമ്പേഴ്സ് 256ഉം 64ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോഴും ഇൻറ്റു 4 തന്നെയാണ് വരുന്നത്. അതായത് 64 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് 256 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മെമ്പർ അതല്ലെങ്കിൽ ഇവിടെ മിസ് ആയേക്കണ നമ്പർ കണ്ടുപിടിക്കാനായിട്ടുള്ളത് റിലേഷൻ ഇൻറ്റു 4 ചെയ്യൽ തന്നെയാണ്. എന്തിനെ ചെയ്യണം? 256 ഇൻറ്റു 4 ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 1024 എന്ന് കിട്ടും. നമ്മളിവിടെ മിസ് ആയേക്കണ നമ്പർ 1024 ആയിരിക്കും. ഓക്കെ, നമുക്ക് മനസ്സിലായില്ലേ? ഇൻറ്റു സീരീസ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ സീരീസിൽ വരുന്നത് ഇങ്ങനെയാണ്. തമ്മിലുള്ള റിലേഷൻ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് മോഡലിൽ വരുന്നത് ഡിവിഷൻ ആണ്. ഡിവിഷൻ സീരീസ് ആണ് പറയുന്നത്. ഹരിക്കണം. അപ്പൊ നോക്കാം, മോഡൽ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വന്നേക്കുന്നത്. 1000, 500, 250. അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചേക്കാം. നമുക്കറിയാം ഹരിക്കണേന്റെ സീരീസിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഈ തമ്മിലുള്ള റിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഹരിക്കണ വെച്ചിട്ട് കണ്ടുപിടിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ 1000ഉം 500ഉം തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000ന്റെ പകുതിയാണ് 500 അല്ലെ? അതായത് 1000നെ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 500 കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ 500ഉം 250ഉം തമ്മിലുള്ള റിലേഷൻ പറയുന്നത് എന്താണ്? 500 ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 250 കിട്ടും.
ഇനി 250 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കിട്ടുക, അതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം. 250 ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 125 ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് 125 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 720 360 ഡാഷ് 30 6 1 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് സംഭവിച്ചേക്കുന്നത്. 720 360 അല്ലെ, ഇവിടെ നടന്നേക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 720ന്റെ പകുതിയാണ് 360. അപ്പൊ 720 ഡിവൈഡഡ് ബൈ 2 ചെയ്തപ്പോഴാണ് 360 കിട്ടിയത്. ഇനി 360ഉം അടുത്ത നമ്പറും തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കിട്ടുമായിരുന്നു. പക്ഷെ അവിടെയാണ് നമുക്ക് ഡാഷ് വരെ നിൽക്കുന്നത്. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ട ഫിഗർ അവിടത്തെയാണ്. അപ്പൊ നമുക്ക് അത് തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ അത് അവിടെ വിടുക. പിന്നെ നോക്കാം 30ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ അല്ലെ. പിന്നെ നമുക്ക് തന്നേക്കുന്ന രണ്ട് നമ്പർ 30ഉം 6ഉമാണ്. 30ഉം 6ഉം തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ടത് ഇതാണ്. 30 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുക അല്ലെ. നെക്സ്റ്റ് നോക്കാം 6ഉം 1ഉം തമ്മിലുള്ള റിലേഷൻ ഇതുപോലെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാവും 6 ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക. നമുക്ക് ഒരു കാര്യം മനസ്സിലായി. 720നെ 2 കൊണ്ട് ഹരിച്ചപ്പോൾ അടുത്ത നമ്പർ കിട്ടി. പിന്നെ കുറച്ച് മിസ്സിംഗ് ആണ്, പിന്നെ ഒരു നമ്പർ മിസ്സിംഗ് ആണ്. പിന്നെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ 5 കൊണ്ടും 6 കൊണ്ടും ഹരിച്ചിട്ടുണ്ട് അല്ലെ തൊട്ടടുത്ത നമ്പേഴ്സിനെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം 360 ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത നമ്പർ കിട്ടുമായിരിക്കാം. നമ്മൾ ചെയ്ത് നോക്കാം. 360 ഡിവൈഡഡ് ബൈ 3 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 120 എന്നാണ് കിട്ടുക. അപ്പൊ നമ്മൾ അത് ചെയ്ത് വെക്കുക. ആൻസർ ശരിയാണോ നോക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, 360 ഡിവൈഡഡ് ബൈ 3 ചെയ്തപ്പോൾ 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ 120 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ആൻസർ ശരിയാണ്. ഇപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 120 ഡിവൈഡ് ബൈ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ ആയ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കണ ഈ ഒരു ആൻസർ ശരിയാണ്. ഓരോ നമ്പറിനെയും ഫസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് ഹരിച്ചു, പിന്നത്തെ നമ്പറിനെ 3 കൊണ്ട്, പിന്നത്തെ നമ്പറിനെ 4 കൊണ്ട്, പിന്നത്തെ നമ്പറിനെ 5 കൊണ്ട്, പിന്നത്തെ നമ്പറിനെ 6 കൊണ്ട്. ആ ഒരു ഓർഡറിലാണ് ഇവിടെ ഹരിച്ചു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഹരണത്തിന്റെ ഈ ഒരു സീരീസില് അതല്ലെങ്കിൽ ഡിവിഷന്റെ സീരീസിൽ വരുന്നത് ഇങ്ങനെയാണ്. രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഹരിക്കണതായിരിക്കും വരാം. നമുക്ക് അടുത്ത മോഡൽ പ്രോബ്ലം നോക്കാം. 172 84 40 18 അടുത്ത നമ്പർ ഏതാന്ന് കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മളിവിടെ ഓരോ നമ്പർ തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും -4 ഡിവൈഡഡ് ബൈ 2 എന്നൊരു റിലേഷൻ ആണ് ഇതിലുള്ള ഓരോ മെമ്പേഴ്സും തമ്മിലുള്ളത്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്ത് നോക്കാം. എല്ലാം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുള്ളൂ. നമ്മളങ്ങനെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിഗർ കിട്ടാനായിട്ട് എന്ത് വേണം, 18 - 4 ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് 14 എന്ന് കിട്ടും. ഇതിന് എന്ത് വേണം, ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 7 എന്ന് ഫൈനൽ ആയിട്ട് ആൻസർ കിട്ടും. ഇവിടെ വരുന്ന ആൻസർ 7 ആണ്. അപ്പൊ നോക്കാം എന്താ ഇവിടെ -4 ഡിവൈഡഡ് ബൈ 2 രണ്ട് ക്രിയകൾ വന്നിട്ടുണ്ട് അല്ലെ. ഇതുവരെ നമ്മൾ ചെയ്തേക്കുന്ന പ്രോബ്ലത്തിലൊക്കെ ഓരോ ക്രിയകൾ വെച്ച് മാത്രമേ വന്നിരുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ കൂട്ടുക, അതല്ലെങ്കിൽ കുറയ്ക്കുക, അതല്ലെങ്കിൽ ഗുണിക്കുക, അല്ലെങ്കിൽ ഹരിക്കുക അല്ലെ. ഈ ഒരു പ്രോബ്ലത്തിൽ രണ്ട് ക്രിയകൾ വന്നിട്ടുണ്ട്. അതായത് ചില മോഡൽ ക്വസ്റ്റ്യൻസിൽ അങ്ങനെയാണ്, ഒറ്റ ക്രിയ മാത്രമായിരിക്കില്ല, രണ്ട് ക്രിയകൾ വെച്ച് വരും. അതാണ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത. ഓക്കെ, നമുക്കപ്പോ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ് 3 10 32 100 അടുത്ത നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 3ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, 3 × 3 + 1 അല്ലെ. 3 × 3 9 കിട്ടും, +1 ചെയ്യുമ്പോൾ 10 കിട്ടും. അപ്പൊ 3ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ 3 × 3 +1 ആണ്. എല്ലാവരും തമ്മിൽ സെയിം ഒരു റിലേഷൻ അല്ല നിലനിൽക്കുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത ആളുടെയും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആൻസർ ആയിരിക്കില്ല നമുക്ക് കിട്ടാം അല്ലെ, ഈ ഒരു ഫിഗേഴ്സ് ആയിരിക്കില്ല നമുക്ക് കിട്ടാം. അപ്പൊ അടുത്ത ആളെ ചെയ്ത് നോക്കുമ്പോൾ 10ഉം 32ഉം അല്ലെ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റിലേഷൻ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അടുത്ത റിലേഷൻ വരുന്നത് 3 × 3 + 2 ആണ് കിട്ടുക. ഇനി 32ഉം 100ഉം തമ്മിലുള്ള റിലേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 3 × 3 സോറി 3 അല്ല, ഇവിടെ 10 ആണ് വന്നേക്കുന്നത്. അപ്പൊ 10 × 3 × 2 അല്ല +2 ചെയ്യുമ്പോഴാണ് 32 കിട്ടുക. അങ്ങനെയാണെങ്കിൽ 32ഉം 100ഉം തമ്മിലുള്ള റിലേഷൻ, ഇപ്പൊ 32 100 തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ 32 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 32 × 3 + 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 100 കിട്ടുക. അപ്പൊ ഇവിടെ വന്നേക്കുന്ന റിലേഷൻ, ഇതുവരെ എത്തിയേക്കുന്ന റിലേഷൻ എന്താണ്,
ഇൻറ്റു 3 പ്ലസ് 1 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 4 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് വേണം? 100 ആണല്ലേ ലാസ്റ്റ് എൻഡ് ചെയ്തിരിക്കുന്ന നമ്പർ. അപ്പൊ 100 ഇൻറ്റു 3 പ്ലസ് എന്ത് വേണം? പ്ലസ് ഇവിടെ നോക്കൂ, ആദ്യം 1 വന്നു, 1ന്റെ ഇരട്ടി 2 വന്നു, 2ന്റെ ഇരട്ടി 4 വന്നു. അങ്ങനെയാണെങ്കിൽ 4ന്റെ ഇരട്ടി 8 ആണ് വരാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ വരുന്നത് 100 ഇൻറ്റു 3 300 കിട്ടും. പ്ലസ് 8 എന്ന് പറയുമ്പോൾ 308 ആയിരിക്കും ആൻസർ വരാം. ഇവിടുത്തെ ആൻസർ 308 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡലിൽ ഇങ്ങനെയാണ് ഏതെങ്കിലും 2 ക്രിയകൾ നമുക്ക് ചെയ്യേണ്ടി വരും. 2 ക്രിയകൾ ചെയ്താലാണ് നമുക്ക് 2 നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ കിട്ടുള്ളൂ. ആ ഒരു റിലേഷന്റെ ബേസിൽ ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത മോഡൽ നോക്കാം. അടുത്ത മോഡൽ ഇതാണ് സ്ക്വയർ സീരീസ്. സ്ക്വയർ സീരീസ് എന്ന പേര് പോലെ തന്നെ ഇതിൽ എങ്ങനെയായിരിക്കും? ഓരോ നമ്പേഴ്സും അതല്ലെങ്കിൽ ഈ സീരീസിലുള്ള ഓരോ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ബേസിലായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 1 4 9 16 25. അടുത്ത നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോക്കൂ, നമുക്ക് മനസ്സിലാവും 1ന്റെ സ്ക്വയർ ആണ് 1, 2ന്റെ സ്ക്വയർ ആണ് 4, 3ന്റെ സ്ക്വയർ ആണ് 9, 4ന്റെ സ്ക്വയർ ആണ് 16, 5ന്റെ സ്ക്വയർ ആണ് 25. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6ന്റെ സ്ക്വയർ ആയിരിക്കും. 6ന്റെ സ്ക്വയർ 36 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, 81 100 121 144. നെക്സ്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം, 81 എന്ന് പറയുന്നത് എന്താണ്? 9ന്റെ സ്ക്വയർ ആണ്. 100 എന്ന് പറയുന്നത് എന്താണ്? 10ന്റെ സ്ക്വയർ ആണ്. 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണ്. 144 എന്ന് പറയുന്നത് 12ന്റെ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ നമുക്ക് കണ്ടുപിടിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 13ന്റെ സ്ക്വയർ ആയിരിക്കും. 13ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും വരാം? 169. അതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. അപ്പൊ ഈ സ്ക്വയർ സീരീസിൽ ഇതാണ് വരുന്നത്. 2 നമ്പേഴ്സ് തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും, അതല്ലെങ്കിൽ ഓർഡറിലുള്ള കുറച്ച് നമ്പേഴ്സിന്റെ സ്ക്വയർ ആയിരിക്കും. ആ ഒരു റിലേഷൻ എന്താണെന്ന് നോക്കിയിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത നമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്ത പ്രോബ്ലം നോക്കാം. 2 3 8 63. അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കുകയാണെങ്കിൽ 2 3 തമ്മിലുള്ള റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 3 എന്ന് പറയുന്നത് 2ന്റെ സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 3 എന്ന് കിട്ടുന്നത് അല്ലെ. 2ന്റെ സ്ക്വയർ 4 ആണ്, അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ഇനി അടുത്ത നമ്പർ നോക്കുകയാണെങ്കിൽ 8 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് 8 എന്ന് കിട്ടിയിരുന്നത് അല്ലെ. ഇനി അടുത്ത നമ്പർ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ നമ്മൾ ചെയ്തേക്കണേ? ഈ 2 3 4 5 6 എന്നുള്ള ഒരു ഓർഡർ അല്ല പോയേക്കണത്. തൊട്ട് മുന്നിലെ നമ്പർ എന്താണോ അതിന്റെ സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കുക, അങ്ങനെയാണ് ചെയ്തേക്കുന്നത് അല്ലെ. 2ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചപ്പോൾ 3 കിട്ടി, 3ന്റെ സ്ക്വയറിൽ നിന്ന് 1 കുറച്ചപ്പോൾ 8 കിട്ടി. അപ്പൊ അടുത്തത് 63 8 നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കാൻ എന്ത് വേണം? 8ന്റെ സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കണം അല്ലെ. 8ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്, അതിൽ നിന്ന് 1 കുറച്ചപ്പോൾ 63 കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്ന ഫിഗർ അതെങ്ങനെ നമുക്ക് കിട്ടും? 63ന്റെ സ്ക്വയറിൽ നിന്നും 1 കുറയ്ക്കണം. അപ്പൊ 63ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3969 ആണ്. ഇതിൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് 3968 എന്ന് കിട്ടും. അതാണ് നമുക്ക് ഇവിടെ വരുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത മോഡൽ പ്രോബ്ലം നോക്കാം. അടുത്ത മോഡൽ പ്രോബ്ലത്തിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 1 8 27 127 കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫിഗർ കണ്ടുപിടിക്കേണ്ട ഒരു സ്പേസ് തന്നേക്കാണ്. പിന്നെ 125 216 അങ്ങനെയാണ് തന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മിസ് ചെയ്തേക്കണ ഫിഗർ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ക്യൂബിന്റെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഈ മോഡലിൽ വരുന്നത് നമുക്ക് ക്യൂബിന്റെ പ്രോബ്ലംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 എന്ന് പറയുന്നത് എന്താണ്? 1ന്റെ ക്യൂബ് ആണ് 1 എന്ന് പറയുന്നത്. അപ്പൊ 8 എന്ന് പറയുന്നത് എന്താണ്? 2ന്റെ ക്യൂബാണ്. 27 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ ക്യൂബാണ് അല്ലെ. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സ്പേസ് നമ്മൾ വെറുതെ വിടുക. അത് കഴിഞ്ഞിട്ട് അടുത്തത് നോക്കുക, 5ന്റെ ക്യൂബാണ് 125, 6ന്റെ ക്യൂബാണ് 216. അങ്ങനെയാണെങ്കിൽ ഇതിൽ മിസ് ആയേക്കണത് എന്താണ്? 4ന്റെ ക്യൂബാണ് അല്ലെ മിസ് ആയേക്കണത്. 4ന്റെ ക്യൂബ് 64 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ഈ ഒരു നമ്പേഴ്സ് നമ്മളെ റിലേഷൻ എന്ന് പറയുന്നത് ഇത് ഓരോ നമ്പറിന്റെ ക്യൂബ് ആയിട്ട് വരുന്നത്, കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് മനസ്സിലാവും 4ന്റെ ക്യൂബാണ് ഇവിടെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ 2 9 28 65 126 അടുത്ത നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ 2ഉം 9ഉം തമ്മിലുള്ള ഒരു റിലേഷൻ നോക്കുകയാണെങ്കിൽ 2 എന്നത് നമുക്ക് എങ്ങനെ കിട്ടണേ? 1ന്റെ ക്യൂബ് എന്താന്ന് പറഞ്ഞു? നമ്മൾ 1 ആണ് അല്ലെ. അപ്പൊ 1ന്റെ ക്യൂബ് 1 ആണ്, പ്ലസ് 1 കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് 2 എന്ന് കിട്ടുന്നത് അല്ലെ.
അങ്ങനെയാണെങ്കിൽ 9 എങ്ങനെ കിട്ടാൻ നോക്കാം. 2ന്റെ ക്യൂബ് പ്ലസ് 1 അല്ലെ, 2ന്റെ ക്യൂബ് 8 ആണ്, പ്ലസ് 1 ചെയ്തപ്പോൾ 9 കിട്ടി. ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും 28 എന്നത് എന്താണ്, 3ന്റെ ക്യൂബ് പ്ലസ് 1 ആണ്. 65 എന്ന് പറയുന്നത് എന്താണ്, 4ന്റെ ക്യൂബ് പ്ലസ് 1 ആണ്. 126 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബ് പ്ലസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫിഗർ എന്ന് പറയുന്നത് 6ന്റെ ക്യൂബ് പ്ലസ് 1 ആണ്. നമുക്കറിയാം 6ന്റെ ക്യൂബ് 216 ആണ്. പ്ലസ് 1 കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ 217 എന്ന് കിട്ടും. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഫിഗർ 217 ആണ്. അതിന്റെ ക്യൂബ് 1, 2, 3 അങ്ങനെ ഓർഡറിൽ ഓരോ ക്യൂബ് തന്നിട്ടുണ്ട്. പ്ലസ് 1 കൂടെ ചെയ്യുമ്പോഴാണ്, അതാണ് ഇവിടെ ഓരോ നമ്പർ തമ്മിലെ റിലേഷൻ വന്നേക്കുന്നത് ഈ ഒരു പ്രോബ്ലത്തിൽ. അപ്പൊ നമ്മൾ ഈ ക്യൂബ് വെച്ചിട്ടുള്ള പ്രോബ്ലത്തിൽ ഇങ്ങനെയാണ് വരുന്നത്. 2 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ ക്യൂബിന്റെ ബേസിലായിരിക്കും. ഈ 2 പ്രോബ്ലം അതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത മോഡൽ ക്വസ്റ്റ്യനിൽ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. 1, 8, 9, 64, 25 അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് നോക്കാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് നോക്കൂ, നമ്പേഴ്സ് കൂടി വരാം. 1, 8, 9 അങ്ങനെ കൂടി വന്നിട്ട് ലാസ്റ്റ് ആയപ്പോ കുറഞ്ഞു. നമ്മൾ മിക്കവാറും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ചിലപ്പോൾ 2 സീരീസുകൾ കമ്പയർ ചെയ്ത് വന്നേക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആദ്യം ഇത് 2 സീരീസ് ആയിട്ട് വേർതിരിച്ചെടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കാം. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വേർതിരിക്കുമ്പോൾ മനസ്സിലാവും. നോക്കൂ, 1, 9, 25 ഒന്നിടവിട്ട് നോക്കാം. 1, 9, 25 അതാണ് ഒരു സീരീസ് വരുന്നത്. അടുത്ത സീരീസ് വരുന്നത് ഇങ്ങനെയാണ്. 8, 64 പിന്നത്തെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കൂ, 8, 64 നെക്സ്റ്റ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ ഇത് നോക്കുമ്പോൾ മനസ്സിലാവും. 1 എന്ന് പറയുന്നത് എന്താണ്, 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 തന്നെയാണ് അല്ലെ. ഈ 9 എന്ന് പറയുന്നത് എന്താണ്, 3ന്റെ സ്ക്വയർ ആണ് 9. 25 എന്ന് പറയുന്നത് എന്താണ്, 5ന്റെ സ്ക്വയർ ആണ് 25. അപ്പൊ ഇതൊരു സീരീസ്, നമുക്ക് ഈ ഒരു സീരീസ് എങ്ങനെ പോണെന്ന് മനസ്സിലായി അല്ലെ. 1 സ്ക്വയർ, 3 സ്ക്വയർ, 5 സ്ക്വയർ, നെക്സ്റ്റ് വരുന്നത് 7ന്റെ സ്ക്വയർ അല്ലെ. അങ്ങനെയാണ് ഈ ഒരു സീരീസ് പോണത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ നമ്പർ ആണ്. അത് തൊട്ട് പിന്നത്തെ സീരീസിലാണ് ഉള്ളത്. അത് ആ ഒരു സീരീസ് എങ്ങനെയാ പോണേ നമുക്ക് നോക്കാം. ഈ ഒരു സീരീസ് പോണത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8, 64 8 എന്ന് പറയുന്നത് എന്താണ്, ക്യൂബാണ്. എന്തിന്റെ, 2ന്റെ ക്യൂബാണ് 8 എന്ന് പറയുന്നത് അല്ലെ. 64 എന്ന് പറയുന്നത് 4ന്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 6ന്റെ ക്യൂബായിരിക്കും അല്ലെ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഒന്നിടവിട്ടിട്ടാണ് പോയേക്കുന്നത്. ഈ ഒരു സീരീസിലെ റിലേഷൻ നോക്കുകയാണെങ്കിൽ 2, 4 ഒന്നിടവിട്ട് പോയേക്കാണ്. അങ്ങനെയാണെങ്കിൽ 6ന്റെ ക്യൂബ് അതായത് 216 ആയിരിക്കും ആൻസർ വരാം. ഇവിടെ വരുന്ന ആൻസർ 216 എന്നായിരിക്കും. ഓക്കെ, 2 എണ്ണമായിട്ട് ഈ ഒരു സീരീസിനെ 2 സീരീസ് ആയിട്ട് വേർതിരിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഒറ്റ സീരീസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ നമ്പേഴ്സ്, അടുത്തടുത്ത നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ അതുപോലെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് 3, 6, 12, 12, 24, 24 എന്നത്. ഇത് നോക്കാം. ഇതിനും 2 സീരീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു സീരീസ് വരുന്നത് എന്താണ്, 3, 6, 12, 24 അല്ലെ. 3, 6, 12, 24 എന്നതാണ് ഒരു സീരീസ് വരുന്നത്. പിന്നെ സീരീസ് വരുന്നത് 6, 12, 24 പിന്നത്തെ നമ്പർ തന്നിട്ടില്ല. അപ്പൊ 6, 12, 24 പിന്നത്തെ നമ്പറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനകത്ത് നോക്കാം. ഈ ഒരു സീരീസിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് തമ്മിലുള്ള റിലേഷൻ. ഈ ഒരു സീരീസ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇപ്പുറത്തെ രണ്ടാമത്തെ ഡിവൈഡ് ചെയ്ത് വെച്ചപ്പോൾ രണ്ടാമത്തെ സീരീസിനകത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പർ വന്നത്. അപ്പൊ അതിൽ നോക്കാം, തമ്മിലുള്ള റിലേഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 6ന്റെ ഇരട്ടിയാണ് 12, 12ന്റെ ഇരട്ടിയാണ് 24. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, 24ന്റെ ഇരട്ടിയായിരിക്കും നെക്സ്റ്റ് നമ്പർ വരുന്നത്, അതായത് 48. അപ്പൊ നമ്മുടെ ഇവിടത്തെ ആൻസർ വരുന്നത് 48 ആയിരിക്കും. ഓക്കെ, ഇതും അതുപോലെ 2 സീരീസ് കമ്പൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുമിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. 2 സീരീസിന് 2ആയി തന്നെ എടുക്കുക. 2ആയിട്ട് വിഭജിച്ചതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ട നമ്പർ അല്ലെ, ഫിഗർ ഔട്ട് ചെയ്യേണ്ട നമ്പർ വരുന്നത് എവിടെയാണ്, ഏത് സീരീസിലാണ് വരുന്നത്, അതനുസരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത മോഡൽ പ്രോബ്ലം നോക്കാം. മോഡൽ 9 അതിൽ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ സംഖ്യ കൂട്ടി എഴുതുന്ന സീരീസ് ആണ് ഈ ഒരു 9ാമത്തെ സീരീസ്. ഇനി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. 1ഉം 2ഉം കൂട്ടിയപ്പോൾ 3 കിട്ടി. 3ഉം 2ഉം അല്ലെ, 1ഉം 2ഉം കൂട്ടിയപ്പോൾ 3 കിട്ടി. ഇനി 3ഉം 2ഉം കൂട്ടിയപ്പോൾ 5 കിട്ടി. ഇനി 3ഉം 5ഉം കൂടി കൂട്ടിയപ്പോൾ 8 കിട്ടി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 3ഉം 5ഉം കൂടെ കൂട്ടിയാൽ മതി. അത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 13 എന്ന് കിട്ടും. ഓക്കെ, അതായിരിക്കും നെക്സ്റ്റ് നമ്പർ. വളരെ എളുപ്പമുള്ള സീരീസ് ആണ്. നമുക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. തൊട്ടടുത്ത് 2 നമ്പേഴ്സ് നമ്മൾ കൂട്ടി വരുമ്പോഴാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. അടുത്ത് നോക്കാം. 4ഉം 9ഉം
ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വരുമ്പോൾ 4ഉം 9ഉം കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 13 കിട്ടും. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് കൂട്ടേണ്ടത് എന്താണ്? 22ഉം 35ഉം ആണ്. 22ഉം 35ഉം കൂട്ടുമ്പോൾ നമുക്ക് 57 എന്ന് കിട്ടും. ഈ മേലത്തെ സെയിം മോഡൽ പ്രോബ്ലം തന്നെ തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടും. ഇനി അടുത്ത നമ്പർ ലാസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 22ഉം 35ഉം കൂട്ടി കിട്ടുന്ന തുക എത്രയാണെന്നാണ്. അത് 57 ആണ്. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത മോഡൽ പ്രോബ്ലം നോക്കാം. അടുത്ത മോഡൽ പ്രോബ്ലം ഇതാണ് വരുന്നത്. 2, 3, 5, 7. ഓക്കെ, നമുക്ക് ഈ ഒരു സീരീസ് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാവും ഈ 2, 3, 5, 7 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പർ ആണ് അല്ലെ? പ്രൈം നമ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ 7 കഴിഞ്ഞ് പിന്നെ വരുന്നത് നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതായിരിക്കും? അതായിരിക്കും ഇവിടുത്തെ ആൻസർ വരുന്നത്. 7 കഴിഞ്ഞ് പിന്നെ ഏതായിരിക്കും? 11 ആണ് നെക്സ്റ്റ് പ്രൈം നമ്പർ വരുന്നത്. അതാണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 6, 28, 496. അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ്, അതല്ലെങ്കിൽ പൂർണ്ണ സംഖ്യകൾ, പരിപൂർണ സംഖ്യകളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 496 കഴിഞ്ഞിട്ടുള്ള പരിപൂർണ സംഖ്യ എന്ന് പറയുന്നത് 8128 ആണ്. 496 കഴിഞ്ഞിട്ട് വരുന്ന പരിപൂർണ സംഖ്യ 8128 ആണ്. അതുകൊണ്ട് അതായിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡൽ ഇത്രയേ ഉള്ളൂ. ഭാജ്യസംഖ്യ, അതായത് പിന്നെ അഭാജ്യ സംഖ്യ, പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ പരിപൂർണ നമ്പറുകൾ അല്ലെ, സംഖ്യകൾ. ഇതിന്റെ ഒക്കെ ബേസിലായിരിക്കും ഇങ്ങനത്തെ ഒരു മോഡൽ വരുന്നത്. അപ്പൊ ആ ഒരു നമ്പേഴ്സ് ഏതൊക്കെ, പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാന്നൊക്കെ ഒന്ന് നോക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തരത്തിലുള്ള സീരീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് നമ്പർ സീരീസിനകത്ത് വരുന്നത്. സീരീസിൽ ഫുള്ള് വരുന്നതല്ല പറയുന്നത്, നമ്പർ സീരീസിൽ പ്രധാനമായിട്ടും വരുന്ന എല്ലാ മോഡലുകളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് കൂടുതൽ തെറ്റാനായിട്ട് ചാൻസ് ഉള്ളത് 2 ക്രിയകൾ വെച്ച് വരുന്ന മോഡലും അതുപോലെ തന്നെ 2ആയിട്ട് വിഭജിക്കേണ്ട തരത്തിലുള്ള സീരീസുകളുമാണ്. ഓക്കെ, അതൊക്കെ ഒന്ന് നന്നായി നോക്കുക, തെറ്റാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ നമ്പർ സീരീസ് അല്ലാതെ ആൽഫബറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള സീരീസുകളുണ്ട്, ആൽഫ ന്യൂമറിക് സീരീസുകളും ഉണ്ട്. അത് രണ്ടും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ബൈ.